എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളുടെ ഈ അടുത്ത് തേങ്ങയ്ക്ക് വില കൂടി വരികയാണ്. വെളിച്ചെണ്ണയ്ക്കും അതുപോലെ വില കയറി വരികയാണ്. അടുത്ത് ഞാനിപ്പോൾ വെളിച്ചെണ്ണ മേടിക്കാൻ പോയപ്പോൾ 490 രൂപയാണ് 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക്. അതുകൊണ്ട് ഞാനൊരു 1/2 ലിറ്ററേ മേടിച്ചോളൂ വെളിച്ചെണ്ണ. അപ്പോൾ എനിക്ക് തേങ്ങയ്ക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറമ്പിൽ നിന്ന് ഇങ്ങനെ പോയി പറിക്കുന്നതുകൊണ്ട് ഇതുപോലത്തെ തേങ്ങകൾ കിട്ടും. പക്ഷേ ഈ തേങ്ങകൾ കടയിൽ വെച്ചിത് വിൽക്കാൻ പറ്റില്ല. ഇതിൻ്റെ ചിരട്ടയൊക്കെ പൊളിഞ്ഞു പോയിരിക്കുന്നതുകൊണ്ടും ഇങ്ങനെ കടയിൽ ഭംഗിയുള്ള സാധനങ്ങൾ വിൽക്കുന്നതുകൊണ്ട് ഇതുപോലത്തെ തേങ്ങകളൊന്നും വിറ്റ് പോവില്ല. അപ്പോൾ ഇതുപോലത്തെ തേങ്ങകൾ നമ്മൾ വീടിൻ്റെ ചുറ്റും പറമ്പിലൊക്കെ കിട്ടുന്ന തേങ്ങകളാണ്. പക്ഷേ ഇതുപോലത്തെ തേങ്ങകളൊന്നും ചീത്തയെന്ന് പറഞ്ഞ് കളയരുത്. നമ്മളിങ്ങനെ കയ്യിലെടുത്ത് കുലുങ്ങുന്നുണ്ടെങ്കിൽ അത് നല്ല തേങ്ങയായിരിക്കും. അതിനുശേഷം തേങ്ങ ഇങ്ങനെ കയ്യിലെടുത്ത് മണത്ത് നോക്കാൻ ശ്രമിക്കാം. മണത്ത് നോക്കുമ്പോൾ മണമില്ലെങ്കിൽ, ഒരു വൃത്തിയായിട്ട വാട മണമില്ലെങ്കിൽ അത് നല്ല തേങ്ങയായിരിക്കും. കറിയിലേക്ക് ഇടാം, നല്ലതാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുലുങ്ങാത്തൊരു തേങ്ങയുണ്ട്. ഒട്ടും വെള്ളമില്ലാത്ത ഭാരമില്ലാത്ത തേങ്ങയുണ്ട്. ആ തേങ്ങകളെ പറയുന്ന പേരാണ് കൊട്ടത്തേങ്ങ. കൊട്ടത്തേങ്ങ ഇങ്ങനെ കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് വെയിറ്റ് തോന്നില്ല. ഞാനിപ്പോൾ ഇത് തേങ്ങ ആയതുകൊണ്ടും അതിൻ്റെ അകത്ത് വെള്ളമുള്ളത് കൊണ്ടും അതിന് വെയിറ്റ് ഉണ്ടാകും. കൊട്ടത്തേങ്ങയുടെ അകത്ത് ഇതുപോലെ ദശയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് തേങ്ങക്കൊത്ത് പോലത്തുള്ള സാധനങ്ങളൊന്നും ചിലപ്പോൾ ഈ കൊട്ടത്തേങ്ങയുടെ അകത്തുനിന്ന് എടുക്കാൻ പറ്റില്ല. ഇതൊരു നല്ല തേങ്ങ ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ദശ ഉണ്ടാവും. കൊട്ടത്തേങ്ങ ഒന്നില്ലെങ്കിൽ കൊപ്ര രൂപത്തിൽ അല്ലെങ്കിൽ ഇതുപോലെ വെള്ളമില്ലാതെ ദശയായിരിക്കും. നല്ല തേങ്ങയായിരിക്കും. ചിലപ്പോൾ ചീത്തയായിരിക്കും, ചിലപ്പോൾ ഒന്നിനും കൊള്ളാത്ത ഒരു വൃത്തികെട്ട മണമുള്ള ഒരു സാധനമായിട്ടായിരിക്കും കൊട്ടത്തേങ്ങ ഇരിക്കുന്നത്. അത് കൊപ്രയായിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ കറിയിൽ ഇടാണ്ടിരിക്കുക. പിന്നെ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒന്നും കിട്ടാതെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് എടുത്തിങ്ങനെ ചൂടാക്കി കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിങ്ങനെ ഉപയോഗിക്കാം. കൊപ്രയായിട്ടുള്ളതും അതും നല്ല കൊപ്ര എടുത്ത് ഉപയോഗിക്കുക. ആ ചീത്ത കൊപ്ര എടുത്ത് ഉപയോഗിക്കാൻ നോക്കരുത്. പിന്നെ ഉള്ളൊരു മൂന്നാമത്തെ കൂട്ടരാണ് ഇങ്ങനെ വളർന്നിട്ടുള്ളത്. ഇവിടെ കണ്ടോ, ഇവിടെ ഇത് കണ്ടോ, മുള വന്നേക്കണം. തേങ്ങയുടെ ഇവിടെ നിന്ന് മുള പൊട്ടി വന്നേക്കണം. ഇത് നമ്മളാരും ഇതുപോലത്തെ തേങ്ങകൾ നല്ല വീട്ടിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ, അത്യാവശ്യം പൈസ കാര്യങ്ങളുള്ള ആളുകൾ ഇതുപോലത്തെ തേങ്ങ എടുത്ത് ഉപയോഗിക്കില്ല. പക്ഷേ ഇതിൽ മടിയൊന്നും വിചാരിക്കേണ്ട. ഇത് പൊളിച്ച് നോക്കി ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞ് ഇതിനകത്ത് പൊങ്ങെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. ആ സാധനം പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പൊങ്ങുണ്ടെങ്കിൽ അത് നമുക്ക് കഴിക്കാം. അത് നല്ലതായിരിക്കും, ആരോഗ്യത്തിനും നല്ലതായിരിക്കും. പക്ഷേ അത് ആളുകൾ അത് ശ്രദ്ധിക്കാണ്ടത് വലിച്ചെറിഞ്ഞ് കളയും. ഇങ്ങനെ മുള പൊട്ടിയിരിപ്പുണ്ടാവും. ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടോ, ഇവിടെ മുള ഇങ്ങനെ വെളുത്തിരിക്കുന്നുണ്ടോ. അങ്ങനെ വെളുത്തിരിപ്പുണ്ടായി അതിൻ്റെ അകത്ത് പൊങ്കെന്ന് പറഞ്ഞൊരു വെളുത്തൊരു സാധനമാണ്. അത് കണ്ടു കഴിഞ്ഞാൽ അത് ചീത്തയെന്ന് പറഞ്ഞ് കളയണ്ട, അത് നല്ലതാണ്. നമ്മളുടെ ശരീരത്തിന് വളരെ മിനറൽസും വിറ്റാമിനൊക്കെ അടങ്ങിയിട്ടുള്ളൊരു നല്ലൊരു കണ്ടൻ്റുള്ളൊരു സാധനമാണത്. പൊതുവെ കുട്ടികളെ ഇങ്ങനെ അറപ്പ് തോന്നും ഇങ്ങനെ മുളച്ച് വരുന്ന സാധനമൊക്കെ കഴിക്കാൻ. പക്ഷെ അത് നല്ലതാണ് ആരോഗ്യത്തിൽ. അതുപോലെയുള്ള തേങ്ങകൾ വഴിയിലൊക്കെ കിടന്ന് കിട്ടുകയാണെങ്കിൽ ചീത്തയെന്ന് പറഞ്ഞ് കളയാതിരിക്കുക. വീട്ടിൽ കൊണ്ടുപോയി പൊതിച്ച് നോക്കി അത് പൊട്ടിച്ച് അതിൻ്റെ അകത്തുള്ള പൊങ്ങെടുത്ത് കഴിക്കാൻ നോക്കുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിക്കിനെ കുറിച്ചാണ് പറയാനുള്ളത്. നമ്മൾ കടയിൽ ചെന്ന് പൊതിക്കാത്തൊരു തേങ്ങ കിട്ടി, അതിങ്ങനെ കുലുക്കി നോക്കിയപ്പോൾ കടക്കാരൻ നമ്മളെ മുമ്പിൽ വെച്ച് നമുക്ക് തേങ്ങ എന്ന് പറഞ്ഞ് തരുമ്പോഴും അതിനകത്ത് കുലുങ്ങുന്നില്ലെങ്കിൽ അത് കടക്കാരൻ തന്നെ തിരിച്ചു കൊടുത്തേക്കാം. കടക്കാരൻ പറയുന്നത് തേങ്ങയാണ് ചേട്ടാ, ഇതിനെ കൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാൻ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടിക്കരുത്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കരിക്കാണ്. പച്ച നിറമായിട്ടിരിക്കും, തേങ്ങ പോലെയൊക്കെ ഒരു പാകമായിട്ടിരിക്കും. പക്ഷേ അത് കരിക്കാണ്. കുലുങ്ങി നോക്കുമ്പോൾ കുലുങ്ങുന്നില്ലെങ്കിൽ അത് കരിക്കാണ്. അപ്പോൾ തിരിച്ചു കൊടുത്തേക്കാം. പിന്നെ ഒന്നിനും കൊള്ളാത്തൊരു സ്റ്റേജ് ഉണ്ട്. തേങ്ങ പൊതിച്ച് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ പുറത്തിങ്ങനെ കറുത്ത നിറത്തിൽ ഇതുപോലെ അതിനെ പാടൊക്കെ പിടിച്ചിരിക്കുന്ന കാണാം. അത് ഇതിനുള്ള സ്റ്റേജിൽ നിന്ന് ഏറ്റവും അവസാനത്തെ സ്റ്റേജാണ്. തേങ്ങ പരമാവധി കിടന്ന് ഉപയോഗിക്കാണ്ട് നാശം സംഭവിച്ച് അതിനകത്ത് ഇങ്ങനെ വെട്ടി ഇങ്ങനെ ചിരട്ട പൊട്ടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ കറുത്ത പൊടി പോലെ വരും. അത് വീടിനകത്ത് വെച്ച് ചെയ്യുന്നത് ശരിയല്ല. അത് എപ്പോഴും പുറത്ത് വെച്ച് വെട്ടി പൊളിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അതൊരു ഒന്നിനും കൊള്ളാതെ അതിന് ചിരട്ട മാത്രം എടുക്കാൻ നല്ലത് ഉണ്ടാവുള്ളൂ. ബാക്കി അതിൻ്റെ ഒന്നും ഉണ്ടാവില്ല ആ തേങ്ങയുടെ അകത്ത്. നിങ്ങളെപ്പോഴും കടയിൽ നിന്ന് തേങ്ങ മേടിക്കുമ്പോൾ കുലുക്കി നോക്കുക. മണക്കാൻ പരമാവധി ഇങ്ങനെ മണത്ത് നോക്കുക. കടയിൽ വെച്ച് വീട്ടിൽ മണക്കുന്ന പോലെ ഇങ്ങനെ എടുത്ത് മണക്കാതിരിക്കുക. ചിലപ്പോൾ
ചില പ്രത്യേക സാധനങ്ങളൊക്കെ ഉള്ള തേങ്ങയാണെങ്കിൽ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ചില ബാക്ടീരിയയും ഫംഗസും ഒക്കെ ഉള്ള തേങ്ങകൾ ഉണ്ടാവും. അതുപോലെയുള്ള തേങ്ങകളെടുത്ത് മണക്കാതിരിക്കുക. അത് കണ്ടാൽ തന്നെ നമുക്കൊരു തേങ്ങയിൽ എങ്ങനെയാണ് നല്ല തേങ്ങയാണെന്ന് മനസ്സിലാവും കാണുമ്പോൾ തന്നെ. ഇങ്ങനെ മണക്കേണ്ട തേങ്ങ എന്ന് പറഞ്ഞാൽ ഒട്ടും ഇങ്ങനെ പൊട്ടിക്കലോ അത് ഒരു മഞ്ഞ നിറത്തിലോ അല്ലെങ്കിൽ വെള്ള നിറത്തിലോ ഇങ്ങനെ ഒരു സാധനം പുറത്തേക്ക് വരുന്നില്ലെങ്കിൽ ഇത് വൃത്തിയായിട്ടൊരു സാധനമായിരിക്കും. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു മനസ്സിലാവും. അതുപോലെ തന്നെ കറുപ്പ് നിറത്തിലുള്ള. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയാണ്. നിങ്ങളെപ്പോഴും തേങ്ങ കുലുക്കി നോക്കി പുതിയത് നല്ലത് മേടിക്കാൻ നോക്കുക. നല്ല തേങ്ങകൾ ഇതുപോലെ ചീത്ത തേങ്ങകളാണെന്ന് വിചാരിച്ച് ഇതുപോലത്തെ ഉള്ള തേങ്ങകളൊന്നും കളയാതിരിക്കുക. ഇതും നല്ല തേങ്ങ കറികളിലൊക്കെ ഇടാം. നമ്മൾ പൊട്ടിച്ച് നോക്കി അകത്ത് എന്താണെന്ന് നോക്കിയാൽ മാത്രമേ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു നിർവചനം പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അത് നല്ലതായിരിക്കാം, ചിലപ്പോൾ ചീത്തയായിരിക്കാം. പൊട്ടിച്ച് നോക്കുക, നല്ലതാണോ ചീത്തയാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക.